മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണം പൂർത്തിയായാലും ഇല്ലെങ്കിലും നഗരത്തിലെ തെരുവ് മത്സ്യക്കച്ചവടം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോട്ടപ്പടി മാർക്കറ്റിലെ മത്സ്യവ്യാപാരികൾ തെരുവിലേക്കിറങ്ങാൻ തീരുമാനം. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിലെ മത്സ്യവ്യാപാരികൾ വലിയ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. കോട്ടപ്പടിയിലെ പുതിയ മാർക്കറ്റ് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരെ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകളിലേക്ക് മാറ്റിയിട്ട് വർഷങ്ങളായി. 6 മാസത്തേക്കും 1 വർഷത്തേക്കും എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായി മാറ്റിയെങ്കിലും മാർക്കറ്റ് നിർമ്മാണം അനന്തമായി വൈകുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിക്കുമെന്ന് നഗരസഭയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുന്നു. പക്ഷേ ഈ പുതിയ മാർക്കറ്റ് നിർമ്മാണം എന്തായാലും മലപ്പുറം നഗരത്തിലെ തെരുവുകളിലെ മത്സ്യക്കച്ചവടം നിരോധിക്കണമെന്ന് കോട്ടപ്പടി മാർക്കറ്റിലെ വ്യാപാരികൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. മീൻ ബുക്കുണ്ട്, ഒന്ന് മൈലപ്പുറം, ഒന്ന് കേക്കേത്തല മൈലപ്പുറം. ഇത് വണ്ടി തെരുവ് കച്ചവടമാണ്. ആ കാര്യത്തിൽ നമുക്ക് വലിയ ക്ഷീണമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ കമ്മി കച്ചവടം. ഇവിടെ 10 വട്ടി മീൻ ബുക്കൊണ്ടടുത്ത് ഇവിടെ 10-24 വട്ടി മീനെ ബുക്കുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ സമരം ചെയ്തെങ്കിലും മാർക്കറ്റിലെ മത്സ്യവ്യാപാരികളുടെ മുഴുവൻ പിന്തുണയും അതിന് ലഭിച്ചിരുന്നില്ല. കാരണം ഇതാണ്, ഇത് വണ്ടി തെരുവ് കച്ചവടമാണ്. ആ കാര്യത്തിൽ നമുക്ക് വലിയ ക്ഷീണമുണ്ട്. പിന്നെ അത് അവർക്ക് വാടക കൊടുത്താൽ നമുക്ക് പോകാനുള്ള ഒരു താല്പര്യമില്ല. അതായത് നിർത്തണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ഞങ്ങൾ മാർക്കറ്റിനെ പറ്റി പറയുന്നത് ഞങ്ങൾ രണ്ടിപ്പോൾ സമരങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കാത്ത കാരണം അതുകൊണ്ടാണ്. ഇവിടെ തെരുവ് കച്ചവടം ഇവിടെ കേക്കത്തല വെക്കുന്നുണ്ട്. ഇവിടെ കേക്കത്തലക്കല്ലേ ഒന്നും ഇവിടെ മൈലപ്പുറത്ത് വൈകുന്നേരം ഒരു വണ്ടി രാവിലെ ഒരു വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ വാടക വന്ന് ഞങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങൾ കൊടുത്താണെങ്കിൽ ഇത് കയറങ്ങൾ റെഡിയാണ്. അത് ഞങ്ങളെല്ലാം പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഇതുവരെ പോകാത്തത്. ഞങ്ങൾ പോവില്ല. മുനിസിപ്പാലിറ്റി അതിൻ്റെ കാരണം കാണാതെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ പോകില്ല. അതിന് തീരുമാനം എടുക്കാതെ ഞങ്ങൾ വഹിച്ചാൽ ഈ മാർക്കറ്റിൽ ഒരാൾ വഹിച്ചില്ല. നഗരസഭ ഇപ്പോഴത്തെ താൽക്കാലിക ഷെഡിന് വാടകയൊന്നും വാങ്ങുന്നില്ലെങ്കിലും പുറത്തെ അനധികൃത മത്സ്യക്കച്ചവടം കൊണ്ട് കച്ചവടം നഷ്ടത്തിലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇവിടെ ഈ മലപ്പുറം കോട്ടപ്പടിയിൽ 14 സ്റ്റാളുണ്ട്. ഞങ്ങൾ ഈ പുറത്ത് പോയാൽ ഫുള്ള് തെരുവ് കച്ചവടം, മീൻ കച്ചവടമാണ്. റോഡ് സൈഡിൽ എല്ലായിടത്തും. ഇവിടെ ഞങ്ങളുടെ കച്ചവടം കമ്മിയാണ്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ ഇറങ്ങും മീനായിട്ട്. കാരണം ഇത് മുനിസിപ്പാലിറ്റി ഇടപെടില്ല. ആദ്യം മുനിസിപ്പാലിറ്റി തെരുവ് കച്ചവടം ഒഴിവാക്കണം. അതുപോലെ മെയിൻ്റെനൻസ് ചെയ്യണില്ല. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഇന്നലെ നാളെ ഞങ്ങൾ എല്ലാവരും ഓരോ ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് തെരുവിൽ നിരത്തോട് വണ്ടി അതിന് മുനിസിപ്പാലിറ്റിക്കാർ കണക്കൂടെ വർത്താനം വേണ്ടി കാര്യം ഉണ്ടാവില്ല. തെരുവ് കച്ചവടം മാർക്കറ്റിന് സമീപം പോലും ഉണ്ടെന്നും നഗരത്തിലെ എല്ലാ അനധികൃത മത്സ്യക്കച്ചവടവും നിരോധിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. തെരുവിൽ വാഹനങ്ങളിലും മറ്റുമുള്ള അനധികൃത കച്ചവടങ്ങൾ നിരോധിക്കാതെ പുതിയ മാർക്കറ്റ് തുടങ്ങി അവിടെ വലിയ വാടക കൊടുത്ത് മത്സ്യക്കച്ചവടം സാധ്യമാവില്ലെന്നാണ് മാർക്കറ്റിലെ മത്സ്യവ്യാപാരികൾ ഒന്നടങ്കം പറയുന്നത്. 14 സ്റ്റാളുണ്ട്. 14 സ്റ്റാളിൽ 22 ലൈസൻസാണ്. ആ ആൾക്കാർ കരുമാറായിക്കാണ് ഇതിലൂടെ കുത്തിറക്കുന്നുണ്ട്. പുറത്ത് റോഡ് സൈഡിൽ നേരെ എംബസി മുമ്പിൽ, അതേമാതിരി മച്ചിങ്ങില്, അതേമാതിരി ഇതാകുമ്പോൾ ഈ പള്ളിന് മുമ്പിൽ കച്ചവടം ചെയ്തു റോഡ് സൈഡിൽ. ഞങ്ങൾ എത്ര മൈലപ്പുറത്ത് ഉള്ള റോഡ് കച്ചവടം ഫുള്ള് അവിടെ ഇറക്കുക. ഞങ്ങൾ ഇവിടെ ഇതിലൂടെ ഇറങ്ങാറാവുക. ഞങ്ങൾ 14 സ്റ്റാളുകൾ 22 ലൈസൻസ് ഇറങ്ങാൻ പോകാൻ 22 ലൈസൻസ് ഞാൻ അവിടെ കച്ചവടം ഇറങ്ങാൻ പോകാം. അതാണ് ഞങ്ങൾക്ക് പറ്റൂല. മുനിസിപ്പാലിറ്റി ഞങ്ങൾ എന്നും ചെല്ല് ആയിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ മാറ്റിത്തരും. ഓർക്ക് ഇതിക്ക് ബാധകമില്ല. ഇതിന് ഞങ്ങൾ ഞങ്ങൾ വാടകയില്ല തരുന്നതാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. വണ്ടി പാർക്കിംഗ് ചെയ്ത് ഇവിടെ നിർത്താൻ പറ്റില്ല. വണ്ടി അപ്പം നമ്മൾ പോലീസുകാർ ചെയ്തു. ഇവിടെ നിങ്ങൾ ചെയ്തു മറ്റേ ഓട്ടോക്കാർ അവിടെ മാറ്റുക. ഇത് വലിയ സ്ലിപ്പായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. മുനിസിപ്പാലിറ്റി ശരിയാക്കി തരാൻ പറച്ചിലുള്ളൂ. അതേസമയം കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണം വൈകുന്നതിനെതിരെ മാർക്കറ്റിലെ മറ്റു വ്യാപാരികൾക്ക് കനത്ത പ്രതിഷേധമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് പിന്തുണ നൽകാറുണ്ടെന്ന് മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിലെ ചിക്കൻ കടയുടമ പറയുന്നു. അതായത് ഇത് പൊളിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞതിൻ്റെ 6 മാസം കൊണ്ട് പണി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 6 മാസമായിട്ടും ഇത് ഇപ്പോൾ 4 കൊല്ലമായിട്ടും ഇതിനെ പണി തീർന്നിട്ടില്ല. 4 കൊല്ലം സമർപ്പിച്ചതാവണുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ആൾക്കാർ 6 മാസം ഇത് പണി തീർക്കും. ഇത് പണി തീർത്ത് അങ്ങക്ക് ഇതിൻ്റെ മുകൾക്ക് പോകാം. ഇതിൻ്റെ മുകളിൽ മാർക്കറ്റും അടിയിൽ പാർക്കിങ്ങോ വണ്ടിയൊക്കെ മുകളിൽ പാർക്കിംഗ് എന്നൊക്കെയാണ് ഇത് ആദ്യത്തെ ഇവിടുത്തെ മെമ്പർമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ ഓരത്ത് സമരം ചെയ്യുക എന്നല്ല. സമരം ചെയ്യുക ഒരു പോരാ, സമരം ചെയ്യുക ഒരു പോരാ, വേറൊരു ഇതൊന്നും ഇല്ല. സമരക്കാരോട് വരും. ഇവിടെ ആരും പറയില്ല. ഇവിടുന്ന് ആരും പോരാ. ഞാൻ പോയി പങ്കെടുത്തതിന് കേട്ടോ. ഞാൻ 2 പ്രാവശ്യം ഇതിൽ പങ്കെടുത്താവാണ്.
പക്ഷേ ഇതിൽ പോലും സമരത്തിൽ ചെയ്യും, എല്ലാവരും ചെയ്യും. പക്ഷേ ഇതിനൊരു പരിഹാരവും ഇതിന് കാണുന്നില്ല. മീൻ വാങ്ങാനെത്തുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ഒരിടമില്ല. ഓട്ടോ സ്റ്റാൻഡിലും കടകളുടെ മുന്നിലും പാർക്ക് ചെയ്യുമ്പോൾ അവരുടെ പഴിയും കേട്ടിട്ട് വേണം ആളുകൾക്ക് മാർക്കറ്റിലെത്താൻ. രാവിലെ 5:30 മണി മുതൽ രാത്രി 11 വരെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വാഹനങ്ങളിലും മറ്റുമായി മത്സ്യങ്ങൾ സുലഭമാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതിസന്ധികളിലൂടെയാണ് മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിലെ മത്സ്യ വ്യാപാരികൾ മുന്നോട്ടു പോകുന്നത്. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.